ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സ്ത്രീകളുടെ പ്രതിഷേധം. പ്രദേശത്തെ സ്ത്രീശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 300ഓളം സ്ത്രീകളാണ് പാലാമ്പടത്ത് നിന്ന് അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ബീവറേജ് നമ്മുടെ നാട്ടിൽ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സ്ത്രീശക്തി കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ലഹരി എന്ന വിപത്തിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം, മദ്യപാനം മനുഷ്യനെ നശിപ്പിക്കും, സമൂഹത്തിന് തന്നെ ആപത്ത് തുടങ്ങിയ ലഹരിക്കെതിരെയുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധം നടത്തിയത്. പ്രദേശത്ത് സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. ഇതുവഴി കടന്നുപോകുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കൂടി സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദോഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബീവറേജിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ബീവറേജ് ഇവിടുന്ന് എടുത്തു മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബീവറേജ് ഇവിടുന്ന് എടുത്തു മാറ്റുന്നത് വരെ ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഇതിലെ വഴി നടക്കാനുള്ള പോലീസ് സുരക്ഷ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നും കൂടിയാണ് ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ്. ഈ ബീവറേജ് എന്തായാലും എടുത്തു പോകണം. അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്ത്രീകൾക്കും ഞങ്ങളെ കുട്ടികൾക്കും വഴി നടക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ ഈ ബീവറേജിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെന്നെ ഞങ്ങൾക്ക് ഇവിടെ വഴി നടക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കി തരണമെന്നും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുവിധ സ്ത്രീകളൊക്കെ ഈ നാട്ടിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ്. അവർ 6 മണി 6:30 ശേഷമുള്ള ബസ്സിലാണ് ഇങ്ങോട്ട് വരുന്നത്. നടന്നു പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് തന്നെ കള്ളി കുടിക്കാണ്, പല ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ബീവറേജ് തുടങ്ങി അന്ന് തന്നെ നല്ലൊരു കച്ചവടമൊക്കെ കഴിഞ്ഞു. വാഹനത്തിൽ കുറച്ച് ചെറിയ ചെറിയ ചെക്കന്മാർ വന്നിട്ട് നല്ല സൗകര്യം പാട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് അവർക്ക് സന്തോഷമാണ്, അവർക്ക് ആഹ്ലാദപ്രകടനം നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് സാധനം വാങ്ങി തിരിച്ചങ്ങോട്ട് അതേപോലെ തന്നെ നല്ല ഹാപ്പിയിൽ പോവാണ്. ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചു പൂട്ടുന്നത് വരെ സമരം തുടരുമെന്നും അവർ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ആകെയുള്ളൊരു വഴി ഇതാണ്. ഗ്രാമപ്രദേശമാണ്. സാധാരണ ടൗണിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങല്. പക്ഷേ ഈ ഒരു ഗ്രാമത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നടക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല. കുട്ടികൾ പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2 നേരം ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളത് ആർക്കും നടക്കുന്ന കാര്യമല്ല. ആ സമയത്ത് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഇതിൽ പോകാനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി ഞങ്ങൾക്ക് എന്തായാലും വേണം. അത് നിർബന്ധമാണ്. 1 മണിക്കൂറോളം നേരം സ്ത്രീകൾ ബീവറേജിന് മുന്നിൽ കൂട്ടായി മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വണ്ടൂർ അത്താണിക്കലിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.